അതിജീവന കലോത്സവമാണ് 63ാമത് സംസ്ഥാന സ്കൂൾ കലോത്സവം. വെള്ളാർമലയും വയനാട് ദുരന്തവും ഓർക്കാതിരിക്കാൻ ഒരു വേദിയും മറന്നില്ലെന്ന് മാത്രമല്ല, എല്ലാ മത്സര ഇനങ്ങളിലും അതിജീവന ആശയവും ഉൾക്കൊള്ളിച്ചു. അത്തരമിനങ്ങൾ കോർത്തിണക്കിയുള്ള ഒരു അതിജീവന കലോത്സവ കഥയിലേക്കാണ് ഇനി മാനസ മനോജ് തയ്യാറാക്കിയ റിപ്പോർട്ട്. ആകാശവാണി വയനാട് നിലയം വാർത്തകൾ വായിക്കുന്നത് രമാദേവി. ജൂലൈ 28 മുതൽ വയനാട് ജില്ലയിൽ തീവ്ര മഴയ്ക്ക് സാധ്യത. ഞങ്ങളെ കെട്ടിപ്പിടിക്കുക, ഉമ്മ വെക്കുക, ഇതൊക്കെ ആ നാട്ടിലുള്ള ആളുകൾ ചെയ്തുകൊണ്ടിരിക്കും. അങ്ങനെ ഒരു നാട് നമുക്ക് ഉപേക്ഷിക്കാൻ പറ്റും? നമുക്ക് വേണ്ടത് സ്നേഹമല്ലേ? ആ സ്നേഹം ആവോളം മതിവരുവോളം നമുക്ക് അവിടുന്ന് കിട്ടുമായിരുന്നു. അതാ നാടിൻ്റെ ഒരു നന്മയായിരുന്നു. പക്ഷെ ഇതിനൊക്കെയായിരുന്നു ഞങ്ങൾ അറിഞ്ഞില്ല. നേരം പുലർന്നപ്പോൾ ഉറ്റവരില്ല, ഉടയവരില്ല. സ്വന്തമെന്ന് കരുതിയ പലതും ഉരുളെടുത്തു കഴിഞ്ഞു. ബാക്കിയായതോ ഇനി എന്തെന്നറിയാതെ പകച്ചുനിന്ന മനുഷ്യ ജീവിതങ്ങൾ. ഈ കുട്ടിനെയും ഒരു വയ്യാത്ത അമ്മനെയും ഒക്കെ പിടിച്ച് കയറ്റി അതിന്റെ മേലേക്ക് പോയി പട്ടത് വലിയൊരു കൊമ്പന്റെ അടുത്താ ആനനോട് പറഞ്ഞ് ഞങ്ങള് വലിയ ദുരിതത്തിന്നാ വരുന്നേ, നീ ഞങ്ങളെ ഒന്ന് കാണിക്കല്ലേ പറഞ്ഞു. ആന രണ്ട് കണ്ണു വെള്ളമൊഴുക, അതിന്റെ കാലും ചോട്ടിൽ നേരം വെളുക്കുന്നേരെ കിടന്നു. ഉരുളെടുത്ത മണ്ണിൽ അവശേഷിച്ച മനുഷ്യരെ കൈമേയ് മറന്ന് കൈപിടിച്ചുയർത്തി. അവർക്ക് താങ്ങായി, തണലായി, ആശ്വാസമായി. അങ്ങനെ ഒപ്പമുണ്ട് കേരളമെന്ന വാക്ക് പാലിക്കാൻ കലോത്സവത്തിലും മറന്നില്ല. ചരിത്രത്തിലാദ്യമായി ഇത്തവണത്തെ കലോത്സവ വേദിയുടെ ആദ്യ ദിനം അതിജീവനം തന്നെ ഉയർത്തിക്കാട്ടി. പിന്നീടുള്ള എല്ലാ മത്സര ഇനങ്ങളും ഫീനിക്സ് പക്ഷിയെപ്പോലെ ഉയർത്തെഴുന്നേറ്റ വയനാടിനെ ഒന്നുകൂടി നെഞ്ചോട് ചേർത്തു പിടിച്ചുള്ളതായിരുന്നു. ഉടയവരില്ലാതെ അനാഥമായ ബാല്യങ്ങൾ ആശയാൽ തീർത്തൊരാ കൂരയും പോയി, കൂടെ പിറന്ന ജീവനും പോയി. ശബ്ദമില്ലാത്ത മൂകാഭിനയത്തിലും കേരളം ഇതുവരെ അനുഭവിച്ചിട്ടില്ലാത്ത ദുരന്തത്തിന്റെ വ്യാപ്തി തുറന്നുകാട്ടി. അങ്ങനെ 5 രാപ്പകലുകൾ നീണ്ട അതിജീവനോത്സവം. വയനാടിനൊപ്പമെന്ന വീണ്ടും ഉറക്കെ പറഞ്ഞു. കരളുറപ്പുള്ള കേരളവും അടിപതറാത്ത മലയാള മനസ്സും കൂടെയുള്ളപ്പോൾ ഏതു ദുരന്തവും നാം ഇതുപോലെ അതിജീവിക്കുക തന്നെ ചെയ്യും. മാനസ മനോജ്, കൈരളി ന്യൂസ്, തിരുവനന്തപുരം.